ശ്രീരാമചന്ദ്രന്റെ ധീരത തെളിയിച്ച മറ്റൊരു ദിനമാണ് ഇന്ന്. രാമലക്ഷ്മണന്മാർ സീതാദേവിയുമൊത്ത് പഞ്ചവടി വനത്തിൽ സന്തോഷപൂർവ്വം ജീവിച്ചു വന്നു. ദണ്ഡകാരണ്യത്തിൽ ജനസ്ഥാനത്താണ് രാവണന്റെ അനുജത്തിയായ ശൂർപ്പണഖ താമസിച്ചിരുന്നത്. ഒരു ദിവസം ശൂർപ്പണഖ ഗൗതമി നദിയുടെ സമീപത്തൂടെ നടന്നു പോയപ്പോൾ ഗൗതമി നദിയുടെ തീരത്ത് കാൽപ്പാടുകൾ കണ്ടു. ആ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയപ്പോൾ അവൾ രാമലക്ഷ്മണന്മാരുടെ പർണശാലയ്ക്ക് മുമ്പിൽ എത്തിച്ചേർന്നു. അവിടെ സുന്ദരനായ രാമനെ കണ്ട ശൂർപ്പണഖ ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ മാറുകയും ശ്രീരാമചന്ദ്രനെ സമീപിച്ച് അവരാരാണെന്നൊക്കെ അന്വേഷിച്ച ശേഷം തന്നെ വിവാഹം കഴിക്കാൻ പറയുകയും ചെയ്തു. രാമനാകട്ടെ ഞാൻ സീതയുടെ ഭർത്താവാണ് എന്നറിയിച്ച് ശാന്തമായി അവളെ നിരസിച്ചു. എന്നിട്ട് തന്റെ അനുജനായ ലക്ഷ്മണനെ വിവാഹം കഴിച്ചു കൊള്ളാൻ പറഞ്ഞു. അതുപ്രകാരം ശൂർപ്പണഖ ലക്ഷ്മണനെ സമീപിച്ചു. ലക്ഷ്മണനാകട്ടെ താൻ രാമന്റെ ദാസനാണെന്നും തന്നെ വിവാഹം കഴിച്ചാൽ ഒരു ദാസിയായി ജീവിക്കേണ്ടി വരുമെന്നും അതിനാൽ തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമനെ തന്നെ വിവാഹം കഴിച്ചു കൊള്ളാൻ പറയുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്മണനും നിരസിച്ചപ്പോൾ കോപിതയായ ശൂർപ്പണഖ സീതയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. സീതയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ശൂർപ്പണഖയുടെ മൂക്കും മുലയും കാതും ശ്രീരാമചന്ദ്രന്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ മുറിച്ചു വീഴ്ത്തി. ശൂർപ്പണഖ ഉറക്കെ കരഞ്ഞുകൊണ്ട് തന്റെ അനുജനായ കരന്റെ മുമ്പിൽ പോയി നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു. ഇതെല്ലാം കേട്ട് കോപിതനായ കനൻ ദൂഷണൻ എന്ന സേനാനായകനുമൊത്ത് 14,000 രാക്ഷസ സൈന്യങ്ങളോടുകൂടി രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ വരുന്ന കോലാഹലം കേട്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു, വലിയൊരു രാക്ഷസ സൈന്യം യുദ്ധത്തിന് വരുന്നുണ്ട്. അവരെ ഞാൻ ഒറ്റയ്ക്ക് നേരിട്ട് കൊള്ളാം. നീ സീതാദേവിയെയും കൂട്ടി ഗുഹയിൽ പോയി സുരക്ഷിതമായി ഇരുന്നു കൊള്ളുക. ശ്രീരാമചന്ദ്രൻ അങ്ങനെ തന്റെ നേരെ പാഞ്ഞെടുത്ത രാക്ഷസന്മാരെയൊക്കെ വെറും 1.5 മണിക്കൂർ കൊണ്ട് അപഹരിച്ചു. ഈ ധീരപ്രവൃത്തി കണ്ട് ഗുഹയിൽ നിന്നും പുറത്തു വന്ന ലക്ഷ്മണനും സീതയും ആശ്ചര്യപ്പെട്ടു. ഈ രാക്ഷസന്മാരൊക്കെ പണ്ട് മഹാദേവനെ തപസ് ചെയ്തിരുന്ന ഋഷിമാരായിരുന്നു. കരവധം കഴിഞ്ഞ് തനിച്ചിരിക്കുന്ന വേളയിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറഞ്ഞു, അധികം വൈകാതെ രാവണൻ ഇവിടെ എത്തും. സാക്ഷാൽ ലക്ഷ്മി ദേവിയായ സീതാദേവിയെ അപഹരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ തന്റെ ശരീരത്തെ അഗ്നിയിൽ ഒളിപ്പിച്ച് ഒരു മായാ സീതയെ നിർമ്മിച്ച് ആശ്രമത്തിൽ നിർത്തണം. ഇത് മറ്റാരും അറിയാനും പാടില്ല. ശ്രീരാമചന്ദ്രൻ പറഞ്ഞതു പ്രകാരം സീതാദേവി അങ്ങനെ ചെയ്യുകയും ചെയ്തു. ലക്ഷ്മണനു പോലും ഇക്കാര്യം അറിയില്ലായിരുന്നു. ശൂർപ്പണഖ ഒടുവിൽ ലങ്കയിലെ രാജാവായ രാവണന്റെ അടുക്കലെത്തി. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന തന്റെ അനുജത്തിയെ കണ്ട് രാവണൻ ചോദിച്ചു, ആരാണ് നിന്നെ വിരൂപിയാക്കിയത്? ആരാണെന്ന് വേഗം പറയൂ, ഞാൻ അവരെ ഭസ്മമാക്കി തീർക്കുന്നതായിരിക്കും. ശൂർപ്പണഖ നടന്ന കഥ മറ്റൊരു രീതിയിലാണ് രാവണനോട് പറഞ്ഞത്. താൻ പഞ്ചവടിയിൽ രാമലക്ഷ്മണന്മാരോടൊപ്പം ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു. അത് രാമന്റെ ഭാര്യയായ സീതയായിരുന്നു. അങ്ങയുടെ ഭാര്യയാക്കാനായി ഞാൻ സീതയെ അപഹരിക്കാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മണൻ എന്നെ ഇങ്ങനെ ചെയ്തു. അവരെ എതിർക്കാൻ പോയ കനനെയും കൂട്ടരെയും ശ്രീരാമചന്ദ്രൻ ഒറ്റയ്ക്ക് സംഹരിച്ചു. ഇങ്ങനെ പറഞ്ഞ ശേഷം ശൂർപ്പണഖ രാവണനോട് പറഞ്ഞു, ആ സുന്ദരിയായ സ്ത്രീയെ എങ്ങനെയെങ്കിലും അങ്ങയുടെ പത്നിയാക്കാൻ ശ്രമിക്കൂ. എന്തെങ്കിലും മായ പ്രയോഗിച്ച് ആ സീതയെ അപഹരിച്ചു കൊണ്ടുവരൂ. നേരിട്ടു പോയാൽ രാമനെ തോൽപ്പിക്കാൻ തനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ രാവണൻ രാക്ഷസനായ മാരീചനെ സമീപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാവണൻ തന്റെ പുഷ്പക വിമാനത്തിൽ മാരീചനെ കാണാനായി പോകുന്നു. രാവണന്റെ വരവ് കണ്ട് മാരീചൻ രാവണനോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം? അതിനു മറുപടിയായി രാവണൻ പറഞ്ഞു, രാമനോടുള്ള കോപം തീർക്കാനായി എനിക്ക് സീതയെ അപഹരിച്ചു കൊണ്ടുവരണം. അതിന് എനിക്ക് അങ്ങയുടെ സഹായം വേണം. അങ്ങ് ഒരു മാനായി അവതരിച്ച് ആ പർണശാലയിൽ നിന്നും രാമനെയും ലക്ഷ്മണനെയും മാറ്റണം. ആ സമയം ഞാൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവന്നോളാം. ഇത് കേട്ട മാരീചൻ ആശ്ചര്യപ്പെട്ടുപോയി. പണ്ട് രാമന്റെ ശക്തി എന്താണെന്ന് നേരിൽ കണ്ടതായിരുന്നു മാരീചൻ. അതുകൊണ്ട് തന്നെ മാരീചൻ രാവണൻ പറഞ്ഞതിനെ എതിർത്തു. എന്നാൽ തന്നെ കൊല്ലുമെന്ന് രാവണൻ ഭീഷണിപ്പെടുത്തി. അപ്പോൾ
മാരീചൻ വിചാരിച്ചു, രാമന്റെ കൈകൊണ്ടാണ് മരണമെങ്കിൽ മുക്തി ലഭിക്കും. ഈ നീചന്റെ കൈകൊണ്ട് മരിച്ചാൽ നരകപ്രാപ്തിയായിരിക്കും ഫലം. അങ്ങനെ രാവണന്റെ ഭീഷണിക്ക് വഴങ്ങി മാരീചൻ ഒരു മാനിന്റെ രൂപത്തിൽ സീതയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മാനിനെ കണ്ട സീതാദേവി മാനിനെ പിടിക്കണം, മാനിനെ വേണമെന്ന് രാമനോട് ആവശ്യപ്പെടുകയും രാമൻ അത് ആപത്താണ്, അത് വേണ്ട എന്ന് പറയുകയും ചെയ്തു. എന്നാൽ സീതാദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി രാമൻ സീതാദേവിയെ ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ട് ആ മാനിനെ പിടിക്കാനായി വനത്തിലേക്ക് പോയി. ആ മാൻ രാമനെ കണ്ടപാടെ ഉൾവനത്തിലേക്ക് പോവുകയും ചെയ്തു. രാമൻ തന്റെ കയ്യിലുണ്ടായിരുന്ന അസ്ത്രം പ്രയോഗിച്ച് ആ മാനിനെ കൊന്നു വീഴ്ത്തി. എന്നാൽ അത് മരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മണ, സീതയെ രക്ഷിക്കണേ എന്ന് ഉറക്കെ രാമന്റെ സ്വരത്തിൽ നിലവിളിച്ചു. ഇത് സീതാദേവി കേട്ടു. സീതാദേവി ലക്ഷ്മണനോട് പറഞ്ഞു, എന്റെ ഭർത്താവ് എന്തോ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്, ഒന്നുപോയി എന്റെ ഭർത്താവിനെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, എന്റെ ജ്യേഷ്ഠൻ ധീരനാണ്, ഒരിക്കലും രക്ഷയ്ക്കായി ഇങ്ങനെ വിളിക്കുകയില്ല. ഇത് എത്രയോ പ്രാവശ്യം സീതാദേവി ഇങ്ങനെ വീണ്ടും വീണ്ടും ഭർത്താവിനെ രക്ഷിക്കാനായി ലക്ഷ്മണനോട് പറഞ്ഞിട്ടും ലക്ഷ്മണൻ കേൾക്കാതിരുന്നപ്പോൾ സീതാദേവി അസഭ്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് ലക്ഷ്മണൻ വിനാശകാലേ വിപരീത ബുദ്ധി എന്നും പറഞ്ഞ് രാമനെ രക്ഷിക്കാനായി പോയി. പോകുന്നതിനു മുമ്പ് സീതാദേവിയുടെ ചുറ്റും ഒരു ലക്ഷ്മണ രേഖ വരച്ച് എന്ത് സംഭവിച്ചാലും ഇതിൽ നിന്നും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോ രാമനും ലക്ഷ്മണനും അവിടെ ഇല്ല എന്ന് കണ്ട രാവണൻ അവിടെ ഒരു മുനിയുടെ രൂപത്തിൽ സീതാദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മുനിയെ കണ്ട സീതാദേവി ഫലമൂല്യങ്ങൾ ദാനമായി നൽകി. അപ്പോൾ മുനി പറഞ്ഞു, ഇങ്ങനെ അകത്തു നിന്ന് ദാനം തന്നാൽ ഞാൻ സ്വീകരിക്കുകയില്ല, പുറത്തിറങ്ങി വന്ന് തന്നെങ്കിലേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. അത് പ്രകാരം സീതാദേവി ആ ലക്ഷ്മണ രേഖ കടന്ന് പുറത്തു വരികയും രാവണൻ ഉടൻ തന്നെ തന്റെ പുഷ്പക വിമാനത്തിലേക്ക് സീതയെ അപഹരിച്ച് കയറ്റി പറക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കണ്ട് ജടായു അവിടെ ഉണ്ടായിരുന്നു. ഈ പുഷ്പക വിമാനം പോകുന്നത് കണ്ട് ജടായു പറന്ന് മുകളിൽ ഉയർന്ന് തന്റെ ചിറകുകൾ കൊണ്ട് ആ പുഷ്പക വിമാനം തടയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ രാവണൻ ആ ജടായുവിന്റെ ചിറകുകൾ മുറിച്ചു വീഴ്ത്തി. ആ സമയം സീതാദേവി ജടായുവിനെ രാമനോ ലക്ഷ്മണനോ വന്ന് കാണുന്നത് വരെ മരണമടയരുത് എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്? രാമനും ലക്ഷ്മണനും അതുവഴി വരുമോ? ജടായുവിനെ കാണുമോ? സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് കടത്തിക്കൊണ്ടു പോയ വിവരം അറിയുമോ? അറിയണമെങ്കിൽ വീണ്ടും വീഡിയോ തുടർന്നും കാണുക. നന്ദി.